ഹായ് ഹലോ കൈമൊഴി തറവാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചെടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേര് അറിയാമോ ആർക്കെങ്കിലും? നല്ല രസം ഇത് കാണാൻ കേട്ടോ. എന്നും പൂവുണ്ട്. ഒരു പൂവുണ്ടായാൽ അത് കുറേ നാളിങ്ങനെ നിൽക്കുവേ. അതങ്ങനെ വാടിപ്പോവോ കരിഞ്ഞു പോവുകയൊന്നും ചെയ്യത്തില്ല. എന്ത് ഭംഗിയാണ് കാണാനെന്നറിയോ. എന്നും ഇവിടുത്തെ പൂവുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ ഇത് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, വീട് പണിയാന്ന് പറഞ്ഞുകൊണ്ടുള്ള. അതപ്പം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. വീട് പണിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുത് കുറേ നാളായതാ തുടങ്ങിയിട്ട്. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഞങ്ങൾ മേളിൽ റോഡാണ്, ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആയി കാണുന്നത്. അതിൻ്റെ മേളിൽ റോഡാണ്. അതിൻ്റെ പുറകിലായിട്ടൊരു തോടുണ്ടേ. എന്ത് രസമാണെന്നറിയാം. ഇതിങ്ങനെ ഇപ്പോൾ ഉണക്കായതുകൊണ്ട് അതിനകത്ത് വെള്ളമില്ലെന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കാണ്. വെള്ളം വരുമ്പോൾ നല്ല വലിയ വെള്ളം വരും. തോടാന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം വരുവേ. നല്ല ഭംഗിയാണ് കാണാൻ. അന്നേരം ഈ ഇവിടെയൊക്കെ ഇരുന്നാൽ അതിൻ്റെ ഈ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും, വെള്ളം ഒഴുകുന്നതിൻ്റെ സൗണ്ട്. പിന്നെ നിറയെ മീനുകളും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം വേനൽക്കാലം ആകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അതിങ്ങനെ പിന്നെ കുഴിക്കും. ഞങ്ങളുടെ ആ വീടിൻ്റെ ബാക്കിലായിട്ടൊരു കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ കുഴിക്കുമ്പം വെള്ളം കിട്ടും. ആ വെള്ളത്തിലാണ് പിന്നെ കുളിക്കുകയൊക്കെ ചെയ്യുന്നത് വേനൽക്കാലം ആകുമ്പം. പിന്നെ കിണറുണ്ട്. കിണറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കുടിക്കാനൊക്കെയുള്ള വെള്ളം കിട്ടും. അപ്പം ബാക്കിക്കൊക്കെ ആവശ്യത്തിനുള്ളത് ഞങ്ങൾ ഈ പുറകിലത്തെ തോട് കുഴിച്ച് അതിനകത്ത് നിന്നാണ് എടുക്കുന്നത്. അപ്പം പിന്നെ ഇപ്പം ആണെങ്കിൽ ഇന്നലെ 2 ദിവസം കൊണ്ട് മഴയുള്ളതുകൊണ്ട് ഒരുമാതിരി വെള്ളം നിറഞ്ഞ് കുറച്ചൊഴുക്കുണ്ട്. അങ്ങനെ ഒത്തിരി ഒഴുക്കൊന്നുമില്ല, കുറച്ചൊഴുക്കുണ്ട്. എന്നാലും പിന്നെ ഇപ്പം അതിനകത്ത് കുളിക്കുന്നൊന്നുമില്ല. ഇനി നല്ല ഒഴുക്ക് വന്നു കഴിഞ്ഞിട്ടേ അതിനകത്ത് കുളിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.